ഇന്ന് നമുക്കൊരു അതിഥിയുണ്ട്. ആഭ്യന്തരമന്ത്രിയുടെ ഉപദേഷ്ടാവും മുൻ സംസ്ഥാന പോലീസ് മേധാവിയുമായിരുന്ന ഹേമചന്ദ്രൻ. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം വന്നു, അധികാരത്തിൻ്റെ വഴി അനീതിയുടെയും. ഈ പുസ്തകം ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ ഉപദേഷ്ടാവാണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ആഭ്യന്തരമന്ത്രി രമേശിനെതിരെയാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തത്. നമുക്കൊരു കാര്യം ചെയ്യാം. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. സാധാരണഗതിയിൽ അങ്ങ് വളരെ സൗമ്യനായിട്ടാണ് അറിയപ്പെടുന്നത്, ഒരു സമാധാനകാംക്ഷി. പോലീസിലിരിക്കുമ്പോഴും വളരെ മോഡറേറ്റായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിഞ്ഞ ഒരാൾ. പക്ഷേ അത് ഒരല്പം ഞെട്ടലുണ്ടാക്കുന്ന ചില താളുകളൊക്കെ ഈ പുസ്തകത്തിൽ കാണുന്നു. നമ്മൾ അനുഭവത്തിൽ നിന്ന് പറയുന്ന വസ്തുതകൾ ചിലപ്പോൾ ചില അപ്രിയ സത്യങ്ങളൊക്കെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് നമ്മൾ എഴുതുമ്പോൾ ഒരു സമൂഹത്തിന് ഗുണകരമായ രീതിയിലുള്ളൊരു ഇടപെടൽ അതാകണമല്ലോ. അതിനുവേണ്ടി തള്ളലുകൾക്കപ്പുറം കുറേ അപ്രിയ സത്യങ്ങൾ കൂടി പബ്ലിക്കുമായിട്ട് ഷെയർ ചെയ്യേണ്ടി വരും. അതിൽ നിന്ന് ഉൾക്കൊള്ളാവുന്ന പാഠങ്ങൾ ഉൾക്കൊണ്ട് നമുക്ക് സമൂഹത്തിനും പോലീസിനുമൊക്കെ മുന്നോട്ട് പോകാൻ കഴിയണം. ആ ഉദ്ദേശത്തിലാണ് ചില കാര്യങ്ങൾ, അപ്രിയ സത്യങ്ങളെന്ന് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ പരാമർശിച്ചു. യഥാർത്ഥത്തിലെ ഒരു പതിറ്റാണ്ടുകൾ നീണ്ടുപോകുന്ന ഒരു അനുഭവ പാരമ്പര്യവും പരിചയവും അങ്ങേക്ക് സംസ്ഥാന പോലീസിലുണ്ട്. എന്നാലും ഇത്ര കാലം അങ്ങ് സേനയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു, അങ്ങ് അതിനെക്കുറിച്ചൊന്നും പ്രതികരിച്ചതായിട്ട് കണ്ടില്ല. എന്നാൽ ഇപ്പോൾ അങ്ങ് വിരമിച്ച് സർവീസിൽ നിന്നൊക്കെ പുറത്തു വന്നതിന് ശേഷം സേനയ്ക്കുള്ളിലെ ചില പുഴുക്കുത്തുകളെക്കുറിച്ച് തുറന്നു പറയണം എന്ന് തോന്നി. അത്രമാത്രം അസ്വാസ്ഥ്യം ജനിപ്പിക്കുന്ന ഓപ്പറേഷൻസ് ആണോ ഇത്തരം പുഴുക്കുത്തുകൾ സംസ്ഥാന പോലീസ് സേനയിൽ ഉണ്ടാക്കുന്നത്? ഞാൻ സർവീസിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ എവിടെയെല്ലാം ഇത്തരം പ്രശ്നങ്ങൾ എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളൂ അവിടെയെല്ലാം തന്നെ ഒരു സീനിയർ ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ ഞാൻ ഇടപെടേണ്ട രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. സംസാരിക്കേണ്ടവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. സർവീസിനുള്ളിൽ എനിക്ക് നിയമപരമായ അധികാരമുള്ളപ്പോൾ ആ അധികാരം ഇത്തരത്തിലുള്ള പ്രവണതകൾക്കെതിരെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് പുറത്തു പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ നിയമപരമായ നടപടികളിലൂടെ ഡിപ്പാർട്ട്മെൻറ്റിനുള്ളിൽ തന്നെ ഇതിനൊരു സന്ദേശം നൽകുവാൻ നമുക്ക് കഴിയും. അതല്ലാതെ ഈ കാര്യങ്ങളെല്ലാം വന്ന് മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയേണ്ട ഒരു ആവശ്യകത ആ സർവീസിലിരിക്കുമ്പോൾ ഇല്ല. യു എക്സർസൈസ് നിങ്ങളുടെ ലീഗൽ അതോറിറ്റി ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് ദി പബ്ലിക് ഇൻ അക്കോർഡൻസ് വിത്ത് ലോ. അവിടെ നിയമപരമായ ഇൻറ്റേർണലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസും എല്ലാം പറയേണ്ട സ്ഥലങ്ങളിൽ പറയേണ്ട രീതിയിൽ എല്ലാം ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു പുസ്തകം എഴുതുമ്പോൾ ആ പുസ്തകത്തിന് സാമൂഹ്യമായി നമ്മുടെ പോലീസ് സംവിധാനത്തെ ഒരു ജനാധിപത്യ ഭരണക്രമത്തിൽ എങ്ങനെയാകണം അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. കാരണം ഇന്ത്യയിലെ പോലീസ് സംവിധാനത്തിൽ കേരളം ഒന്നാമതാണ്. നമുക്ക് അഭിമാനകരമായ ഒരുപാട് നേട്ടങ്ങളുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ നിൽക്കാതെ ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ പറയുന്നതാണ്. നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, ഇനിയും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തെറ്റായ പ്രവണതകളെ സത്യസന്ധമായി ധൈര്യപൂർവ്വം അഭിമുഖീകരിച്ചുകൊണ്ട് അതിന് പരിഹാരം തേടാൻ കഴിയണം. ആ ഒരു ഉദ്ദേശമാണ് ഇത്തരത്തിലുള്ള എഴുത്തിന് പിന്നിലുള്ളത്. പോലീസ് സേനയിൽ സത്യസന്ധമായ വഴികൾ മാത്രം തിരഞ്ഞെടുത്തൊരു ഓഫീസറാണ്. അതിനെക്കുറിച്ച് ജനങ്ങൾക്ക് അറിയുകയും ചെയ്യാം. എന്നാൽ ഈ കേരളത്തിലെ പൊതുരംഗത്ത് ഈ കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് പോലെ ഒരുപാട് ചെളിക്കുണ്ടിൽ വീണ അഴിമതി കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ചെറിയൊരു പൈസയെ തുടങ്ങിയും അവസാനം ഒരു സംസ്ഥാനത്ത് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ അഴിമതി വളരുകയും അതിൻ്റെ തുക വളരുകയും ഒക്കെ ചെയ്തൊരു കേസാണ് കല്ലട ഇറിഗേഷൻ. ഇക്കാലത്തൊക്കെ ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ വർഷങ്ങളോളം അത് ആഘോഷിച്ചേനെ. അന്ന് ഇരുന്ന ദൈവങ്ങളൊക്കെ അതുകൊണ്ട് ഒരുപക്ഷെ സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു പോയി എന്നുള്ളതാണ് പ്രധാനം. ഇന്ന് നമ്മളൊക്കെ ആലോചിക്കുമ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടിവാരത്തുകൂടിയും ഈ കല്ലട ഒഴുകുന്നുണ്ട്. ഈ കല്ലട കാണുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കും എത്ര ചേട്ടന്മാർ ഈ കല്ലടയ്ക്ക് മുകളിൽ അവരുടെ സാമ്രാജ്യം പണിയുന്നു. അതുപോലെ സോളാർ കേസ്, ഇതൊക്കെ നേരിട്ട് അന്വേഷിക്കാനും അതുമായി ബന്ധപ്പെടാനും ഒക്കെ അങ്ങേക്ക് സാഹചര്യം കിട്ടിയിരുന്നു. മാത്രമല്ല ഇതിനെക്കുറിച്ചൊക്കെ പുസ്തകത്തിൽ ചില പരാമർശങ്ങളുണ്ട്. അപ്പോൾ ഇതിനെതിരെ ശബ്ദിക്കാൻ അങ്ങ് സർവീസിലുള്ളപ്പോൾ അങ്ങേക്ക് കഴിഞ്ഞിരുന്നോ? സർവീസിലിരിക്കുമ്പോൾ നമ്മൾ ശബ്ദിക്കുന്നത് നിയമപരമായ അധികാരം ശരിയായ ദിശയിൽ ഉപയോഗിച്ചുകൊണ്ടാണ്. അതല്ലാതെ മാധ്യമങ്ങളിലൂടെ പ്രസ്താവന നടത്തിയല്ല ഉദ്യോഗസ്ഥൻ പ്രവർത്തിക്കേണ്ടത്. IAS IPS ഉദ്യോഗസ്ഥർക്ക് നിയമപരമായ ധാരാളം അധികാരമുണ്ട്. നമ്മൾ ഇരിക്കുന്ന പദവിയിൽ ആ അധികാരം ശരിയാവണ്ണം പൊതു താല്പര്യത്തിന് ഉതകുന്ന വിധത്തിൽ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് നമ്മൾ വിനിയോഗിക്കുക. അങ്ങനെയാണ് നമ്മുടെ ശബ്ദം നമ്മുടെ പ്രവൃത്തി പഥത്തിലൂടെ വരേണ്ടത്. അധികാരമുള്ള ഉദ്യോഗസ്ഥൻ തൻ്റെ പ്രവൃത്തിയിലൂടെ തന്നെ, ശരിയായ പ്രവൃത്തിയിലൂടെ തന്നെ ഇമ്പാക്റ്റ് സൃഷ്ടിക്കുവാൻ കഴിയും.
ഇപ്പോൾ അഴിമതി കേസിൻ്റെ കാര്യം പറഞ്ഞു. കല്ലട ഇറിഗേഷനിൽ ആദ്യമായി ഒരു കേസിൽ ശിക്ഷിക്കപ്പെടുന്നത് അക്കാലത്താണ്. അത് എൻ്റെ മാത്രമല്ല, എന്നോടൊപ്പം പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരുണ്ട്. പ്രഭാകരൻ നായർ എന്ന് പറഞ്ഞൊരു DYSP, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹമാണ് ആ കേസ് ഇപ്പോൾ ഇവിടെ ശ്രീകണ്ഠൻ നായർ പറഞ്ഞ കേസ് അന്വേഷിച്ചത്. അപ്പോൾ അത്തരമൊരു കേസ് അന്വേഷിച്ചു, അതിൻ്റെ വിചാരണ കോടതിയിൽ നമ്മൾ ശരിയായ നടപടിയെടുത്തു, പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നു. ആ ശിക്ഷിച്ച വാർത്ത വെളിയിൽ വരുന്നു. ഇതൊരു സന്ദേശമാണ്, അഴിമതിക്കാർക്കെതിരായിട്ടുള്ളൊരു ശക്തമായ സന്ദേശമാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതങ്ങ് നീണ്ടു പോകും, നമുക്ക് യാതൊരു കുഴപ്പവും വരില്ല എന്ന് ധരിക്കുന്നവർക്ക് നിയമ നടപടിയിലൂടെ ശക്തമായ സന്ദേശമാണ്. അതിന് പകരം അക്കാലത്ത് ഞാൻ ഇറങ്ങി പ്രസ്താവന നടത്തുകയാണ്, അഴിമതിക്കാരെ എല്ലാം ഇനി മുതൽ ഞാൻ കൂട്ടിലാക്കും എന്ന് അധികാരമുള്ള ഉദ്യോഗസ്ഥൻ അത്തരത്തിലുള്ളൊരു പ്രസ്താവന നടത്തി എന്നതിന് പകരം അതല്ല ശരി. നിയമപരമായ അധികാരത്തിലൂടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക. അധികാരമില്ലാത്ത വിഭാഗങ്ങളാണ് മുറവിളി കൂട്ടുന്നത്, നിങ്ങൾ ശരിയാവണ്ണം നിയമം ഉപയോഗിക്കണം, ഇതിനെതിരെയൊക്കെ നടപടി സ്വീകരിക്കണം എന്ന് വരുന്നത്. ആ ഒരു വ്യത്യാസം, കാരണം സിവിൽ സർവൻ്റ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഒരു 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 വലിയൊരു പബ്ലിക് ഫിഗർ ആകേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ജില്ലാ SP ഒക്കെ ആയിരിക്കുന്ന ഘട്ടത്തിൽ വലിയ സംഘർഷങ്ങളൊക്കെ വരുമ്പോൾ പബ്ലിക്കിന് ഉതകുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പൊതുരംഗത്ത് വന്ന് പറയാം, ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം. അതല്ലാതെ എങ്കിൽ നമ്മുടെ നടപടികളിലൂടെ യുവർ ആക്ഷൻ ഷുഡ് സ്പീക്ക്, നടപടികൾ സംസാരിക്കണം, ഈ മനുഷ്യൻ ഇതിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന്. അങ്ങനെയാണ് ആ വ്യത്യാസം. സർവീസിലിരിക്കുമ്പോഴും സർവീസിന് പുറത്ത് വരുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ എവിടെയാണ്? അതോടൊപ്പം തന്നെ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഇൻറ്റേർണലായിട്ട് പറയണം. ഇപ്പോൾ അധികാരമുള്ള മന്ത്രിമാരായാലും ഉയർന്ന ഉദ്യോഗസ്ഥരായാലും അവരോടൊക്കെ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടി വരും. പക്ഷേ അവിടെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഉടനെ പുറത്തിറങ്ങി വന്ന് ഞാൻ ഇന്ന മന്ത്രിയോട് ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ന ഉയർന്ന ഉദ്യോഗസ്ഥരോട് ഇന്ന രൂപത്തിൽ പറഞ്ഞു എന്ന് രീതിയിലോട്ട് പോകുന്നത് ഒഴിവാക്കണം. യുവർ ആക്ഷൻ, കാരണം യു ആർ ലീഗലി എംപവേർഡ്, നിയമപരമായി നിങ്ങൾക്ക് അധികാരമുണ്ട്. ആ അധികാരം അഴിമതിക്കെതിരായി അല്ലെങ്കിൽ വഞ്ചനയ്ക്കെതിരായി തട്ടിപ്പിനെതിരായി ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിന് അത് മനസ്സിലാകുന്ന തരത്തിൽ ശക്തമായ സന്ദേശം നൽകാൻ ഉദ്യോഗസ്ഥന് കഴിയണം. അങ്ങ് ഇന്റലിജൻസ് മേധാവിയായിരുന്നു കുറച്ചധികം കാലം. ആ കാലമൊക്കെ ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ആ കാലത്തൊക്കെ മുഖം നോക്കാതെ ഒരു റിപ്പോർട്ട് കൊടുത്ത ഇന്റലിജൻസ് ADGP ആയിരുന്നു അങ്ങ്. ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത്, ഇത്തരം ഒരുപക്ഷെ ആരെയും പരിഗണിക്കാതെ നീതിയുടെ പക്ഷത്ത് മാത്രം നിന്നുകൊണ്ട് റിപ്പോർട്ടുകൾ സമർപ്പിക്കുമ്പോൾ അങ്ങ് നേരിട്ട സമ്മർദ്ദങ്ങൾ എങ്ങനെയാണ്? ഇന്നിപ്പോൾ അങ്ങ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഔദ്യോഗികമായ ചട്ടക്കൂടിന് പുറത്താണ്. ഇന്ന് ആലോചിക്കുമ്പോൾ എത്രമാത്രം സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അങ്ങേയറ്റം സാർത്ഥകമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു സമയമായിരുന്നു ഇൻ്റലിജൻസിൽ പ്രവർത്തിച്ചിരുന്ന കാലം. ഇപ്പോൾ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വരുന്ന പല അരികുവൽക്കരിക്കപ്പെട്ട ആളുകളുടെയൊക്കെ പ്രശ്നങ്ങൾ. ഇപ്പോൾ എന്തുകൊണ്ടാണ് മാവോയിസം വളരുന്നത്? ആദിവാസി അതുപോലെ പിന്നോക്ക വിഭാഗങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ, അതൊക്കെ അർഹിക്കുന്ന പരിഗണന കിട്ടാതെ വരുമ്പോൾ ഇതുപോലുള്ള വിഷയങ്ങളും ഞങ്ങൾ ഇൻ്റലിജൻസ് ടേക്കപ്പ് ചെയ്ത് സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അതിന്മേൽ നടപടി സ്വീകരിക്കുക എന്നുള്ള കാര്യങ്ങളും അതും ഒക്കെ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയെ വർദ്ധിപ്പിക്കുന്നതാണ്. അതല്ലാതെ ഈ നമ്മൾ പുറമേ കാണുന്ന ആയുധങ്ങൾ കൊണ്ടുള്ള നേരിടൽ മാത്രമല്ല, അങ്ങനെ അനവധി വിഷയങ്ങളിൽ, ചെറുതും വലുതുമായ അനവധി വിഷയങ്ങളിൽ, ഇപ്പോൾ അക്കാലത്ത് ഓപ്പറേഷൻ കുബേര, സുരക്ഷ പോലുള്ള കാര്യങ്ങളിൽ ധാരാളം നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതിലൊക്കെ വിവരങ്ങൾ ശേഖരിക്കുക, അതിൻ്റെ നിയമപരമായ വശം, സാമൂഹ്യമായ വശം, ഇതൊക്കെ മനസ്സിലാക്കി പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ ബോധ്യപ്പെടുത്തി നടപടി സ്വീകരിക്കുക, അതിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പെൺപിളൈ ഒരുമ എന്ന് പറഞ്ഞൊരു സമരം അക്കാലത്ത് നടന്നു. വലിയ സംസ്ഥാന ശ്രദ്ധ ആകർഷിച്ചൊരു സമരമാണ്. അപ്പോൾ അത് സംബന്ധിച്ച് പല വിധത്തിലുള്ള കിംവദന്തികളും പ്രചരണങ്ങളുമൊക്കെ അക്കാലത്തുണ്ടായിരുന്നു. അതിൽ സർക്കാർ സ്വീകരിച്ച നടപടി അങ്ങേയറ്റം സർക്കാരിന് അഭിനന്ദനം എല്ലാ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതാണ്. അത്തരം നടപടികൾക്ക് പിന്നിലൊക്കെ ഇൻ്റലിജൻസ് യഥാസമയം നേടി എടുത്ത് നൽകുന്ന വിവരങ്ങളുണ്ട്. ആ നിലയിൽ സംസ്ഥാന ഭരണ സംവിധാനത്തിന് പ്രശ്നങ്ങളിൽ സമയോചിതമായി, അല്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ വളരാതെ വലിയ സംഘർഷങ്ങളിലേക്ക് നീങ്ങാതെ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ധാരാളം ഇടപെടലുകൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിദേശത്തൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്, ഈ ചില സ്ത്രീകൾ ഒക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ കൊണ്ടുപോയി ചൂഷണത്തിന് വിധേയമാകുന്ന സംഭവങ്ങൾ. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പോലും നമുക്ക് ഇടപെട്ട് പലതും തടയാനും
ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള പിന്തുണയും ഗവൺമെൻറ് തലത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ പക്ഷെ അതൊന്നും തന്നെ നമ്മൾ, കാരണം ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ അത് നീഡ് ടു നോ ബേസിസിലാണല്ലോ, പബ്ലിക്കിലോട്ട് അത് പറയേണ്ട കാര്യമില്ല. അതിൽ നിന്ന് റിസൾട്ട് ചെയ്യുന്ന നടപടി പൊതുസമൂഹത്തിന് ഗുണകരമായി സ്വീകരിക്കുവാൻ സർക്കാർ സംവിധാനത്തിന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.